ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനൊരാളെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ എൻ്റെ കൂടെ ആരാ വന്നിരിക്കണേ നോക്ക്. ആര് ചേച്ചിയോ? അയ്യോ, കുട്ടിക്ക് എന്താ ടിഫിൻ ബോക്സിൽ വെക്കണ്ടേ? ക്യാരറ്റ്, സ്വീറ്റ് കോൺ, ആപ്പിൾ വെക്കാട്ടാ. എന്തെന്നാ നേരത്തെ എനിക്ക് വന്നേ? ഇപ്പൊ തന്നെ എനിക്ക് വന്നെന്തിനാ? എന്തിനാ എനിക്ക് വന്നേ ഇത്ര നേരത്തെ? അമ്മയെ സഹായിക്കാനാ? അല്ലല്ലേ? മനസ്സിലായി. അഞ്ഞു മതി. ഇന്ന് പതിവില്ലാതെ രാവിലെ നേരത്തെ എണീറ്റുട്ടാ ചുണ്ടു. എന്തിനാ ഇത്ര നേരത്തെ എണീക്കണേന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകണം എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ നല്ല ഉഷാറിലാണ് മൂപ്പരാൾ. രാവിലെ വൈകിട്ട് വന്നിട്ട് എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനും ഇഡ്ഡലി ഒഴിച്ചു തരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നാറുണ്ട്. ഈവൻ ചുണ്ടു വന്നിരുന്നാലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവളുടെ അടുത്ത് വർത്താനം ഇങ്ങനെ പറഞ്ഞ് അവൾ അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കട്ടോ. അങ്ങനെ ഓരോരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തിനാണ്, ഇതെന്തിനാണ്, അതെന്തിനാണ് ഇതിലിടണേ, ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കണം അമ്മ, അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിനിങ്ങനെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോകുന്നത് അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം, സമയം പോകുന്നത് അറിയില്ല. രാവിലെ അങ്ങനെ നമുക്ക് സമയം കളയാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം സവാള അരിഞ്ഞപ്പോൾ കണ്ണിൽ എരിയുന്നുണ്ട് പറഞ്ഞിട്ട് മൂപ്പരാൾ ഇറങ്ങിപ്പോയിട്ടോ. ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഞാനും സംസാരിച്ചിരുന്ന് എൻ്റെ സമയം പോവും, അവളും ലേറ്റ് ആവും, എല്ലാവരും ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം തുടങ്ങിയത്. പറഞ്ഞ് വന്നിട്ട് ഇന്നത്തെ ദിവസം 21ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിൽ 21ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ധൃതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എളുപ്പപ്പണിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇഡ്ഡലിയും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് എന്നും പറയുന്ന പോലെ കുറേ പാക്ക് ചെയ്യാനുണ്ട്. എന്നും പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും മര്യാദയ്ക്ക് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചുണ്ടുവിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് നേരത്തെ വരാമെന്നാണ് വിചാരിക്കണേ. പട്ടുവിനെയും ഇന്ന് ലഞ്ച് ബോക്സിൽ ഇഡ്ഡലിയും ചട്നിയൊക്കെ തന്നെയാണ് കേട്ടോ ആക്കി കൊടുത്തത്. ഇന്ന് ചുണ്ടു ഇത്തിരി നേരത്തെ എണീറ്റുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് അവളെ ഞാൻ നേരത്തെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പാക്ക് ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ യുദ്ധം കേട്ടോ. പാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, എന്തിനാണ് ഇത്രമാത്രം പാക്ക് ചെയ്യാൻ ഇങ്ങനെ ടെൻഷൻ എടുത്ത് കഷ്ടപ്പെടണേന്ന് വിചാരിക്കും. പക്ഷേ എത്ര നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് വെച്ച് നോക്കി പറക്കി എടുത്ത് വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സാധനം ഞാൻ മറക്കും കേട്ടോ. അത് മറക്കണ സാധനം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമായിരിക്കും. പിന്നെ ആദ്യമൊക്കെ എനിക്ക് പാക്ക് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും പാക്ക് ചെയ്ത് വയ്ക്കുക, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ പാക്ക് ചെയ്യണേക്കാളും കൂടുതൽ ചെയ്യുന്നൊരു കാര്യം റൂം ആകെ അടക്കി പറക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്ത് പാക്ക് ചെയ്യണമെന്നൊന്നും തലയിലേക്ക് വരില്ല. അപ്പോൾ ഈ റൂമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇന്നത് നമുക്ക് കൊണ്ടുപോകാൻ, ഇന്ന് നമുക്ക് ആവശ്യം വരും, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വരും. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം മറന്നു പോകും കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂട്ടിലേക്ക് പോയിട്ടോ തിരിച്ച് ചുണ്ടുവിനെടുക്കാനായിട്ട്. അപ്പോൾ ലഡുവിനെ കണ്ടു, അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവരോട് ബായൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ബായ് പറയേ. അങ്ങനെ ചുണ്ടിനെടുത്ത് വന്നിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കുകയാണ്. സാമ്പാറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മൾ സാധാരണ വെള്ളിയാഴ്ചയും അതുപോലെ ചൊവ്വാഴ്ചയും നമ്മളിങ്ങനെ സാമ്പാറാണ് മെയിൻലി നമ്മൾ വീട്ടിൽ വെക്കാറുള്ളത്. അതുപോലെ കുറേ തരം ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം കഴിച്ചിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാലോ, റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എന്തെവിടെ വെച്ചു എവിടേക്കാന്നുള്ളത് എനിക്കൊരു ഓർമ്മയുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും മടക്കി അടക്കി പറക്കി അതാത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കുന്നത്. 8 മണി 8:15 ട്രെയിനാണ് കേട്ടോ. ആലപ്പിയായിരുന്നു. അതുകൊണ്ട് ഒരു 7 മണി 7:10 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ ഒരു 8 മണി 8:30 ആയതുകൊണ്ട് തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറക്കം വരും. പിള്ളേരൊക്കെ സ്കൂളിൽ പോയ കാരണം നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ഒരു അരമണിക്കൂർ അതിന് മുമ്പ് തന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടോ. പിന്നെ RAC ആയിരുന്നു ടിക്കറ്റ്. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നല്ല
നല്ല തിരക്കുള്ള ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് വേറെ എക്സ്ട്രാ സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ട്രെയിനിൽ ഭയങ്കരമായിട്ടും ശല്യം ഉണ്ടായിരുന്നു. അത് ആളുകളുടെ പല സാധനങ്ങളും കട്ടുകൊണ്ട് പോകുന്നൊരു ശല്യം ഉണ്ടായിരുന്നു. 2-3 പേരെ പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ സീറ്റ് കിട്ടിയാലും പിള്ളേരെ ഒറ്റയ്ക്കാക്കിയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയ സീറ്റിൽ ഞങ്ങൾ 3 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു കേട്ടോ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നാടെത്തല്ലോ, ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നാട്ടിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാവേ.